Next we are going to the last portion of this chapter, that is effect of catalyst. അപ്പൊ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. അറീനിയസിന്റെ തിയറി വെച്ചിട്ടും മാക്സ്വെൽ ബോൾസ്മാന്റെ ഗ്രാഫ് വെച്ചിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കാറ്റലിസ്റ്റ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ എഫക്ട് എന്താണ്, അവിടെ അതിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, so we know what do you mean by a catalyst. എന്താണ് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? It is a substance which increases the rate of a reaction without itself undergoing any permanent chemical change. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഒരിക്കലും ആ കാറ്റലിസ്റ്റ് സ്വന്തമായിട്ട് ആ റിയാക്ഷനിൽ കൺസ്യൂം ചെയ്യുന്നില്ല. കാറ്റലിസ്റ്റിന്റെ അളവ് എന്ത് ചെയ്യുന്നില്ല, കുറയത്തില്ല. ബിക്കോസ് കാറ്റലിസ്റ്റ് ഒരിക്കലും ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. പകരം ആ റിയാക്ഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാറ്റലിസ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് ഒരുപാട് എക്സാമ്പിൾ അറിയാം അല്ലെ. നമ്മള് എന്താണ് അമോണിയയുടെ ഹേബർ പ്രോസസ്സിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അമോണിയ മാനുഫാക്ചറിംഗിന്റെ ഹേബർ പ്രോസസ്സിൽ നമ്മൾ സ്പോഞ്ചി അയണിനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അയൺ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയണിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോണ്ടാക്ട് പ്രോസസ്, മാനുഫാക്ചറിംഗ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ V2O5 വനേഡിയം പെന്റോക്സൈഡിനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം കാറ്റലിസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇനി അതേപോലെ തന്നെ ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നോക്കിയേ, ഇൻഹിബിറ്റേഴ്സ് റെഡ്യൂസ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഹിബിറ്റർ. ഇനി ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി. നമ്മൾ ഇനിയും ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് ഇത് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്ന് പറയും. ഇനി എന്താണ് ഈ തിയറി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. According to this theory, a catalyst participates in a chemical reaction by forming temporary bonds with the reactants, resulting in an intermediate complex. അപ്പോൾ ഈ തിയറി പറയുന്നത്, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി പറയുന്നത്, നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കാറ്റലിസ്റ്റ് നമ്മുടെ റിയാക്റ്റന്റുമായിട്ട് ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്യും. റിയാക്റ്റന്റുമായിട്ട് ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്തിട്ട് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിനെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. നമ്മുടെ അറീനിയസിന്റെ തിയറി പറഞ്ഞത് റിയാക്റ്റന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവും. അത് അൺസ്റ്റേബിൾ ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാറ്റലിസ്റ്റിന്റെ തിയറിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കാറ്റലിസ്റ്റും റിയാക്റ്റന്റും കൂടി ചേർന്ന് ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ അവിടെ അതിന്റെ ഫലമായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കും അധിക സമയം എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവും. കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായി പറഞ്ഞത്? ഇതാണ് ഏത് തിയറി പറയുന്നത്? ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി പറയുന്നത്. ഇതാണ് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റിലെ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ള കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ റോള് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ തിയറി അനുസരിച്ച് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഫോം എ ടെമ്പററി ബോണ്ട് വിത്ത് ദ റിയാക്ടന്റ് and forms a intermediate complex എന്ന് പറഞ്ഞു. And this intermediate complex is highly unstable ആയതുകൊണ്ട് തന്നെ it decomposes to give the product and the catalyst. മനസ്സിലായോ? അപ്പൊ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്താണെന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫിക്കലി ഇയാളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കാറ്റലിസ്റ്റിന്റെ എഫക്ട് എങ്ങനെ കാണിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഗ്രാഫ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതിനകത്തില് റിയാക്ഷൻ കോർഡിനേറ്റും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്താണ്
റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് ഈ യെല്ലോ ലൈനിൽ കൂടി ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തില് റിയാക്ടന്റ് റിയാക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ എത്തി. ഇതെന്ന് പറയുന്നത് ഈ ടോപ്പില് ഈ ഗ്രീൻ ലൈനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കാറ്റലിസ്റ്റ് ഇല്ലാതെ പോയ ഒരു റിയാക്ഷനാണ്. കാറ്റലിസ്റ്റ് ഇല്ലാതെ നടന്ന ഒരു റിയാക്ഷന്റെ പാത്താണ് ഈ യെല്ലോ ലൈനിൽ കൂടി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റ് ഇല്ലാതെ പോയി അത് ആക്ടിവേഷൻ എനർജിയിൽ എത്തില്ല. അതാണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് കാറ്റലിസ്റ്റ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് ഫോം ചെയ്തല്ലോ. ഇനിയും നമ്മളൊരു കാറ്റലിസ്റ്റിനെ അതിനകത്തിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി നോക്കിക്കേ, കാറ്റലിസ്റ്റുമായിട്ട് ചേർന്നുള്ള റിയാക്ഷന്റെ പാത്ത് നോക്കുക, വന്നു, അത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിലേക്ക് വരിക. മനസ്സിലായോ? അപ്പൊ അതിന്റെ ആക്ടിവേഷൻ എനർജിയാണ് ഇത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ആണ് എന്താണ്, കാറ്റലിസ്റ്റ് വന്നപ്പോഴുള്ള റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി. അപ്പൊ രണ്ട് റിയാക്ഷൻ മനസ്സിലായി. ഫസ്റ്റ് വൺ റിയാക്ഷൻ പാത്ത് വിത്തൗട്ട് കാറ്റലിസ്റ്റ്, സെക്കൻഡ് വൺ റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ്. അപ്പൊ രണ്ട് കേസിലും പ്രോഡക്റ്റ് ഫോം ചെയ്തേക്കുന്നത് ക്ലിയർ ആയി ആണല്ലോ. യെസ്. ഇനിയും നമ്മൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത്, the catalyst provides an alternate pathway or reaction mechanism by reducing the activation energy between reactant and product and hence lowering the potential energy barrier. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോഴുള്ള പാത്ത് ആക്ടിവേഷൻ നേരത്തെ ഉണ്ടായിരുന്ന ആക്ടിവേഷൻ എനർജിയെക്കാളും കുറവല്ലേ രണ്ടാമത്തെ പാത്തിൽ വന്നപ്പോൾ അത്. അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ആക്ടിവേഷൻ എനർജിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് കാരണമാകും. അപ്പൊ ആക്ടിവേഷൻ എനർജി റെഡ്യൂസ് ചെയ്താൽ വേഗത തന്നെ ആ പൊട്ടൻഷ്യൽ എനർജി ബാരിയറിനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്താൻ പറ്റും, പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോഴും ആക്ടിവേഷൻ എനർജി കൂടുതൽ, ഉപയോഗിക്കാതിരുന്നപ്പോ ആക്ടിവേഷൻ എനർജി കൂടുതലായി പ്രോഡക്റ്റിലെത്തി. ആ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോ അത്രയും വരെ എത്തിയില്ല, ഇത്രയും ഗ്യാപ്പ് വന്നു അവിടെ ആക്ടിവേഷൻ എനർജിക്ക്. അപ്പൊ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു, പക്ഷെ അപ്പോഴും പ്രോഡക്റ്റ് സെയിം തന്നെ ഫോം ചെയ്തില്ലേ. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ആ റിയാക്ഷന്റെ റേറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് പെട്ടെന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ സാധിച്ചില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ അവിടെ ആക്ടിവേഷൻ എനർജി നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ അതാണ് റിയാക്ഷൻ വിത്ത് ആൻഡ് വിത്തൗട്ട് കാറ്റലിസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാനാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. നമ്മളൊരു ഗ്രാഫ് വഴി നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Then next one is collision theory of chemical reaction. ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് collision theory എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. Collision theory was developed by Max Strauss and William Lewis. മാക്സ് സ്ട്രോസ് എന്ന സയന്റിസ്റ്റും വില്യം ലെവിസും കൂടി ചേർന്നാണ് കൊളീഷൻ തിയറി ഡെവലപ്പ് ചെയ്തത്. എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, the reactant molecules are assumed to be hard spheres and the reaction takes place when the reactant molecule collide with each other. അപ്പോ നമ്മുടെ ട്രോസിന്റെയും അതേപോലെ തന്നെ ലെവിസിന്റെയും കൂടെ തിയറി, കൊളീഷൻ തിയറി പറയുന്നത് അവര് റിയാക്ടന്റ് മോളിക്യൂൾസിനെ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഹാർഡ് ആയിട്ടുള്ള സ്പിയേഴ്സ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തത്, റിയാക്ടന്റ് മോളിക്യൂൾസിനെ അസ്യൂം ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യണം എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം, കൊളൈഡ് ചെയ്യണം. ആൻഡ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് per second per unit volume for the reaction mixture is known as collision frequency. അപ്പൊ എന്താണ് അവർ പറയുന്നത്, ഒരു യൂണിറ്റ് വോള്യത്തിൽ ഒരു സെക്കൻഡിൽ ഈ റിയാക്ഷൻ മിക്സ്ചേഴ്സ് തമ്മിൽ എത്രമാത്രം കൊളീഷൻ നടക്കുന്നുണ്ടോ ആ കൊളീഷന്റെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി. എന്താണ്? the number of collisions per second per unit volume of the reaction mixture is known as collision frequency. അപ്പോ കൊളീഷൻ തിയറി പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടുള്ള ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യണം. ഓക്കെ, അതിൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം കൊളീഷൻ നടക്കുന്നു ആ കൊളീഷന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മളുടെ
റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. Another factor which affects the rate of a chemical reaction is activation energy. അതും കൊളീഷൻ തിയറിയിൽ പറയുന്നതാണ്. അപ്പൊ കൊളീഷൻ തിയറിയിലെ അടുത്ത പോയിന്റ് ആണ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മളുടെ അറീനിയസിന്റെ തിയറിയെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അറീനിയസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് K is equal to A e raised to minus EA by RT എന്നായിരുന്നു അല്ലെ. എന്നാൽ ഇവിടെ നമ്മളുടെ കൊളീഷൻ തിയറിയിൽ റോസും ലെവിസും കൂടെ ചേർന്ന് ഇക്വേഷനെ മോഡിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു ZAB e raised to minus EA by RT എന്ന് മോഡിഫൈ ചെയ്ത് എഴുതി. അപ്പൊ അവിടെ എന്താണ് ഈ ZAB എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചില്ലേ കൊളീഷൻ ഫ്രീക്വൻസി, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് റിയാക്ടൻസ് A ആൻഡ് B. A എന്നും B എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ZAB എന്ന് കൊടുത്താൽ ആ റിയാക്ടൻസിന്റെ കൊളീഷൻ ഫ്രീക്വൻസി ആണ് Z എന്ന് പറയുന്ന ടേം. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അപ്പോ ആ അറീനിയസ് ഫാക്ടറിനെ അങ്ങോട്ട് മാറ്റി അവിടെ ആരെ കൊണ്ടുവന്നു, കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേമിനെ കൊണ്ടുവന്ന് ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി കൊളീഷൻ തിയറിക്കകത്ത്. ഇനി ഇവിടെ എന്താണ് ഈ EA by RT എന്ന് E raised to minus EA by RT എന്ന് പറയുന്ന ടേം ആണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഈ ഒരു ഫാക്ടർ ആണ് ഒന്നെങ്കിൽ ആക്ടിവേഷൻ എനർജിയോട് ഈക്വൽ ആയിട്ടുള്ള എനർജിയുള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ എനർജി പൊസസ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് ഇത് E raised to minus EA by RT എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് കൊളീഷൻ ഫ്രീക്വൻസിയുടെ ബേസിക് ആയിട്ട് കൊളീഷൻ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കൊളീഷൻ തിയറി അനുസരിച്ച് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ റിയാക്ടന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യണം. ആ റിയാക്ടന്റ് മോളിക്യൂൾസിനെ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു. അങ്ങനെ കൊളീഷൻ തിയറി അനുസരിച്ച് അറീനിയസിന്റെ ഇക്വേഷനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതിയതാണ് റേറ്റ് ഇസ് ഈക്വൽ ടു ZAB e raised to minus EA by RT എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി പഠിച്ചു. ദ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ റിയാക്ഷൻ മിക്സ്ചർ ആണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. അപ്പൊ ZAB എന്ന് പറയുന്നതാണ് കൊളീഷൻ ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. And E raised to minus EA by RT represent the fraction of molecules possess energy equal to or greater than activation energy. ഇനി ഒരു 2-3 പോയിന്റ് കൂടെ നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു റിയാക്ടന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്താണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ all collisions do not lead to the formation of product. റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ വെറുതെ അങ്ങോട്ട് കൊളൈഡ് ചെയ്താൽ ഉടനെ പ്രോഡക്റ്റ് ഫോം ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ കൊളീഷൻസും ഒരിക്കലും പ്രോഡക്റ്റ് ഫോർമേഷന് കാരണമാവില്ല എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയുള്ള കൊളീഷൻസ് ആയിരിക്കും അപ്പോൾ പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്നത്? Only effective collisions leads to the formation of product. Effective ആയിട്ട് നടക്കുന്ന കൊളീഷൻസ് മാത്രമേ പ്രോഡക്റ്റിനെ തരത്തുള്ളൂ എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. മനസ്സിലായോ? അപ്പൊ all collisions do not lead to the formation of a product. Only effective collisions leads to the formation of the product. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ കൊളീഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലായോ? എല്ലാ കൊളീഷനും പ്രോഡക്റ്റ് തരത്തില്ല. എഫക്റ്റീവ് കൊളീഷൻ മാത്രമേ പ്രോഡക്റ്റിന് കാരണമാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൊളീഷൻസിനെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? In order to make collision effective, the reactant molecule possess minimum amount of energy which is called threshold energy, and there should be proper orientation of molecules. അപ്പൊ കൊളീഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, റിയാക്ടന്റ് മോളിക്യൂൾ ഒരു മിനിമം അമൗണ്ട് ഓഫ് എനർജി പ്രോസസ് ചെയ്യണം. റിയാക്ടന്റ് മോളിക്യൂൾസിന് ഒരു മിനിമം അമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് മിനിമം അമൗണ്ട് ഓഫ് എനർജി ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രെഷോൾഡ് എനർജി. അതേപോലെ തന്നെ റിയാക്ടന്റ് മോളിക്യൂൾസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുകയും വേണം. റിയാക്ടന്റ് മോളിക്യൂൾസിനെ പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ നടത്തണം. ഈ 2
കാര്യങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും? എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ നടക്കും. അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ നടന്നാൽ നമുക്ക് പ്രോഡക്റ്റിന്റെ ഫോർമേഷനും ഉണ്ടാവും. മനസ്സിലായോ? അത്തരം കൊളീഷൻസ് മാത്രമേ കൊളീഷൻ തിയറിക്കകത്തിൽ പറയുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കാം. ദാറ്റ് ഈസ് CH3Br plus OH minus gives CH3OH plus Br minus. അതായത് മീഥൈൽ ബ്രോമൈഡും അതേപോലെ ഒരു ന്യൂക്ലിയോഫൈലും തമ്മിലുള്ള ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്? മെഥനോളും അതേപോലെ ബ്രോമൈഡ് അയോണുമാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ പറഞ്ഞു റിയാക്ടന്റ് മോളിക്യൂളിനെ പ്രോപ്പർ ആയിട്ട് ഓറിയന്റ് ചെയ്താൽ മാത്രമേ കൊളീഷൻ നടന്ന പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രോപ്പർ ഓറിയന്റേഷൻ നടക്കുമ്പോഴും ഇംപ്രോപ്പർ ഓറിയന്റേഷൻ നടക്കുമ്പോഴും ഉള്ള ഫോർമേഷൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. ആദ്യം ഞാൻ മീഥൈൽ ബ്രോമൈഡിനെ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇംപ്രോപ്പർ ആയിട്ട് ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തു. പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഓറിയന്റ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് പ്രോഡക്റ്റ് ഒന്നും തന്നെ കിട്ടിയില്ല. മനസ്സിലായോ? അതായത് ഇവിടെ ശരിക്കും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് നടന്നിട്ട് ഇയാൾക്ക് ഡെൽറ്റ, അതായത് ഇയാൾ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഇയാൾക്ക് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഒക്കെയാണ് കിട്ടേണ്ടത്. അപ്പൊ ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജിലേക്ക് എന്താണ് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും ഈ പ്രോഡക്റ്റ് കിട്ടേണ്ടത്. ഇതിന്റെ മെക്കാനിസം ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട. മെക്കാനിസം നിങ്ങൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ വർഷം തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് അതല്ല ഇവിടെ വേണ്ടത്. നമ്മൾ ഈ മോളിക്യൂളിനെ ഇംപ്രോപ്പർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് മോളിക്യൂള് അറേഞ്ച് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് ന്യൂക്ലിയോഫൈലിന് കറക്റ്റ് ആയിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഒന്നും കിട്ടിയതുമില്ല. എന്നാൽ ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓറിയന്റ് ചെയ്തപ്പോൾ ഈ രീതിയിൽ സ്റ്റീരിയോ കെമിസ്ട്രി അനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഈ മോളിക്യൂളിനെ അറേഞ്ച് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് അറ്റാക്ക് ചെയ്തു. മനസ്സിലായോ? ഹാലജൻ ഇരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കറക്റ്റ് ആയിട്ട് വന്ന് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്ത് നമുക്ക് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ കൊളീഷൻ തിയറി അത് തന്നെയല്ലേ പറയുന്നത്? എന്താണ് റിയാക്ടൻസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. ആ ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്തു? പിന്നെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു. അങ്ങനെ എന്താണ് ഇവിടെ ഒരു ബ്രേക്കേജ് സംഭവിച്ചിട്ട് ഡീകമ്പോസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് രണ്ടും ഫോം ചെയ്തു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇവരെ അറേഞ്ച് ചെയ്തതുകൊണ്ട് അല്ലെ ഓറിയന്റ് ചെയ്തതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആ കൊളീഷൻ നടന്ന് നമുക്ക് പ്രോഡക്റ്റിനെ ഇവിടെ കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഇൻ ഓർഡർ ടു ബിക്കം ദി കൊളീഷൻ എഫക്റ്റീവ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ദി റിയാക്ടന്റ് മോളിക്യൂൾ ഷുഡ് പൊസസ് എ മിനിമം amount of energy and also proper orientation of the reactant molecules. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി അതൊന്ന് എടുത്തു പറയാം. മറ്റൊരു ഫാക്ടറും കൂടെ നമുക്ക് ഇവിടെ പറയാനുണ്ട്. അപ്പൊ രണ്ട് ഫാക്ടർ നമ്മൾ പറഞ്ഞു. ത്രെഷോൾഡ് എനർജി വേണമെന്നും പറഞ്ഞു, പ്രോപ്പർ ആയിട്ട് മോളിക്യൂൾസിനെ ഓറിയന്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഇനി ഒരു ഫാക്ടറും കൂടി നമുക്ക് പറയാം. ടു അക്കൗണ്ട് ഫോർ എഫക്റ്റീവ് കൊളീഷൻ അനദർ ഫാക്ടർ P which is called the probability or steric factor is introduced. അപ്പൊ എന്താണ് കൊളീഷൻസിനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഈ പറഞ്ഞ രണ്ട് എന്താണ് വാല്യൂസ് കൂടാതെ മറ്റൊരു ഫാക്ടറായ P കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ എന്നാണ് P നെ വിളിക്കുന്നത്. ഓക്കെ. It takes into account that the fact that in a collision molecule must be properly oriented. ഇപ്പൊ പറഞ്ഞ ഫാക്ടർ തന്നെ കൊളീഷൻസിൽ നമ്മൾ എന്താ മോളിക്യൂൾസിനെ പ്രോപ്പർ ആയിട്ട് ഓറിയന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഈ പ്രോബബിലിറ്റി ഫാക്ടറും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു PZAB e raised to minus EA by RT എന്നൊന്നുകൂടെ മോഡിഫൈ ചെയ്യാം. പ്രോബബിലിറ്റി ഫാക്ടറും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ in a collision theory two factors determine the criteria for an effective collision and the rate of a chemical reaction. ഇപ്പൊ കൊളീഷൻ തിയറി അനുസരിച്ച് എന്താണ് എഫക്റ്റീവ് കൊളീഷൻ നടക്കാനും ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയും രണ്ട് ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ എനർജി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് മോളിക്യൂൾസ്. അല്ലെ? യെസ്. അതായത് നമ്മുടെ ത്രെഷോൾഡ് എനർജിയും അതേപോലെ തന്നെ പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് മോളിക്യൂൾസും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഏതെന്ന് പറയുന്നത്? കൊളീഷൻ തിയറി എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ? ഇനി കൊളീഷൻ തിയറിക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, കുറച്ചൊന്നുമല്ല ഒരു ഡ്രോബാക്സ് നമ്മൾ പറയുന്നുണ്ട്. കൊളീഷൻ തിയറി അനുസരിച്ച് നമ്മൾ റിയാക്ടന്റ് മോളിക്യൂൾസിനെ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറൽ ആസ്പെക്ടിനെ കുറിച്ച് ഒന്നും തന്നെ കൊളീഷൻ തിയറിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ട് എടുക്കുന്നു, എന്നാൽ അതിന്റെ സ്ട്രക്ചറൽ ആസ്പെക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ് കൊളീഷൻ തിയറിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അവർ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഹൈലി പ്രോബ്ലം ഉള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെ? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റുമാണ്. ഒരുപാട് കുറെ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്, അല്ലെ? നമ്മളൊരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ആണ് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഡിസ്കസ് ചെയ്തത്. ആ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സും അതിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെ? നമ്മളൊരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്താണെന്ന് പഠിച്ചു തുടങ്ങി, അല്ലെ? ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു. റേറ്റ് കോൺസ്റ്റന്റ്, റേറ്റ് ലോ പഠിച്ചു, റേറ്റ് കോൺസ്റ്റന്റ് പഠിച്ചു, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ദെൻ ഓർഡർ, മോളിക്കുലാരിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു. അതിനുശേഷം നമ്മൾ എന്താണ് സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ഒക്കെ പഠിച്ചു. ദെൻ എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെ? ഏറ്റവും ലാസ്റ്റ് നമ്മൾ എങ്ങോട്ടേക്ക് എത്തി? നമ്മളുടെ അറീനിയസ് തിയറി, അതായത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ എ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനിലേക്ക് നമ്മൾ എത്തി, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ, അതിനു മുമ്പേ നമ്മൾ ഹാഫ് ലൈഫ് പീരീഡിലേക്ക് വന്നു. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? അത് കഴിഞ്ഞാണ് നമ്മൾ അറീനിയസിന്റെ ഇക്വേഷനിലേക്ക് എത്തിയത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറഞ്ഞപ്പോൾ നമ്മൾ അറീനിയസിന്റെ ഇക്വേഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മാക്സ്വെൽ ബോൾസ്മാന്റെ ഇക്വേഷൻ പഠിച്ചു, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡിസ്കസ് ചെയ്തു, അല്ലെ? ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കാറ്റലിസ്റ്റിന്റെ എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ കൊളീഷൻ തിയറിയും പറഞ്ഞു. അപ്പൊ ഇത്രയും അടങ്ങുന്ന ഒരു അത്യാവശ്യം വലിയ ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ എഴുതി പഠിക്കുക. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.